പേടിയായിരുന്നു ശരിക്കും. സർജറി കഴിഞ്ഞ് കുറച്ച് നാളത്തേന് എന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, ബസ്സിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം, അത്യാവശ്യം അടുത്തുള്ളിടത്തൊക്കെ പോകാൻ പറ്റുള്ളൂ, ബൈക്കിൽ യാത്ര ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ യാത്ര ചെയ്യാൻ ബസ്സിൽ കയറി സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്, ബസ്സിൽ കയറി പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കൈവേദന, കാലുവേദന, കൈയുടെ ബാക്കിൽ പെയിൻ വരും, സൈഡിൽ കായ പോലെ ഉരുണ്ടുകൂടും. എൻ്റെ പേര് ഷീബ മധു. ഞാൻ പനങ്ങാട് നിന്നാണ് വരുന്നത്. ജോലി തയ്യലാണ്. ഞാനിവിടെ ഡോക്ടറെ കാണാൻ വന്നത് വാദമായിട്ട് ബന്ധപ്പെട്ടാണ്. വേറൊരു ഡോക്ടറെ കുറിച്ചെന്ന പ്രകാരത്തിൽ ഇവിടെ വന്നു, ട്രീറ്റ്മെൻറ്റ് കിടത്തി. കാലിന് വേദന ഉണ്ടായിരുന്നു, നല്ല നീരുണ്ടായിരുന്നു കാലിന്. അപ്പോഴാണ് ഞാൻ അടുത്ത ഓർത്തോ ഡോക്ടറെ കാണാൻ പോയത്. ആ ഡോക്ടർ വാദത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത്, ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വാദമുണ്ട്. അത് ഈ ഷാനായ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ ഇവിടെ വന്ന് ഡോക്ടർ പറയുന്ന പ്രകാരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഇപ്പോൾ ഇവിടുന്ന് മരുന്നൊന്നും തരണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. നല്ല നീരുണ്ടായിരുന്നു. കാലിൽ പാത്രം ഒക്കെ എടുത്ത് വെയിറ്റ് എടുക്കുന്ന സമയത്താണ് കൂടുതൽ ഞാൻ നീര്, അതായത് സ്റ്റെപ്പ് ഇറങ്ങി വെള്ളം എടുത്ത് കളയണ സമയത്താണ് കൂടുതൽ നീര് കണ്ടു തുടങ്ങിയത്. അപ്പോൾ പിന്നെ എനിക്ക് നടക്കാൻ പറ്റാതെ വന്നു. എനിക്ക് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിറ്റും ഇതുകൊണ്ട് നടക്കാൻ പറ്റാതെ പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർക്ക് സംശയം വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ആമവാദമാണ്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത്. ആ ഇഞ്ചക്ഷൻ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നടക്കാറായി. അപ്പം ഞാൻ നേരെ നടന്നു, ഇങ്ങോട്ട് വന്ന് പിടിച്ചാണ് നടന്നു വന്നത്. അങ്ങനെ നേരെ നടന്നു തുടങ്ങി. അതിന് ശേഷം പിന്നെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് തുടർന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു 2 വർഷത്തോളം. മരുന്ന് കഴിച്ചതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി തന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, തയ്ക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള നേരത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മൊത്തമായിട്ട് മാറിയോ അതോ? മൊത്തം മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല റിലാക്സ് ഉണ്ടായിരുന്നു ജോലി ചെയ്യാനും ഇത് ചെയ്യാനും. പക്ഷെ മരുന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ വരാറുണ്ട്, വേദനകൾ വരും. അല്ലാതെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിലുള്ള വേദന, പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മരുന്ന് ഒരു നേരം പോലും മരുന്ന് മുടക്കാറില്ല, കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് കാലിൽ മരവിപ്പ് പോലെ വന്നത്, കൈക്ക് മരവിപ്പ് വന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാൽസ്യം കുറവാന്ന് പറഞ്ഞു. കാൽസ്യത്തിൻ്റെ ഗുളിക 3 ആഴ്ച കഴിച്ചിട്ടും കുറഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ട് പനി വന്നു. ആ മരുന്ന് വെച്ചിട്ട് കുറയാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അപ്പോൾ ഈ ഡോക്ടറെ കാണേണ്ട സമയമായി. അപ്പോൾ ഇവിടെ തന്നെ വന്നു. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷമായിരുന്നു ഇങ്ങനെ കണ്ടത്. ചില നേരത്തെ ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ദിവസങ്ങളിൽ കഴിക്കണം മരുന്നിൻ്റെ ആയിരിക്കാം എന്നെനിക്ക് തോന്നണം. ഒരു കൊച്ചിപ്പിടുത്തവും അത് ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും പോയി ഡോക്ടറെ കാണുന്നത്. കൈവേദന, കാലുവേദന, കൈയുടെ ബാക്കിൽ പെയിൻ വരും, സൈഡിൽ കായ പോലെ ഉരുണ്ടുകൂടും, വേദന ഒന്നുകൂടെ. അത് കൈക്ക് റെസ്റ്റില്ലാതെ ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ അങ്ങനെ കാണുന്നത്. 1-1.5 മണിക്കൂർ നമ്മൾ നിന്ന് ജോലി ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരാറുണ്ട്. എനിക്ക് ഇടത് കൈയാണ് കൂടുതൽ പ്രാക്ടീസ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ തന്നെയാണ് സർജറിയും ചെയ്തത്. ഈ കൈയുടെ പ്രശ്നമാണ്, അന്നേരം കയ്യിൽ നീര് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ കൂടുതൽ യാത്ര ചെയ്യാൻ ബസ്സിൽ കയറി സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്, ബസ്സിൽ കയറി പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പേടിയായിരുന്നു ശരിക്കും. സർജറി കഴിഞ്ഞ് കുറച്ച് നാളത്തേന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, ബസ്സിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം, അത്യാവശ്യം അടുത്തുള്ളിടത്തൊക്കെ പോകാൻ പറ്റുള്ളൂ, ബൈക്കിൽ യാത്ര ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ ഇതുവരെയും തോന്നിയിട്ടില്ല. ഞാൻ വേറെ പല ഡോക്ടർമാരും ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത ഒരാളാണ്. ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാദത്തിൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു ഹോമിയോ കഴിച്ച്, അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൽ പോയി ഓർത്തോ ഡോക്ടറുടെ അടുത്ത് കുറേ മരുന്ന് കഴിച്ച്. എല്ലാ മരുന്നിൽ നിന്നും എനിക്ക് കറക്റ്റായിട്ട് നടക്കാനും എൻ്റേതായ ജോലികൾ ചെയ്യാനും എല്ലാം പറ്റണത് ഈ വാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർ ചികിത്സ ചെയ്യണതുകൊണ്ട് ഒന്ന് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് അസുഖം വീണ്ടും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മരുന്ന് കഴിക്കാതെ ഇരുന്ന് നോക്കി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി മരുന്ന് കഴിക്കാതെ എനിക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്, ഈ മരുന്നുണ്ടെങ്കിൽ നിലനിന്ന് പോകാൻ പറ്റും. പിന്നെ പണ്ട് കഴിച്ച വലിയ പകുതി ഗുളിക ഞാനിപ്പോൾ കഴിക്കണുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന ഗുളികയിൽ പകുതി ഗുളികയൊക്കെ ഉള്ളൂ. ഇപ്പോൾ കുഴപ്പമില്ല, മരുന്ന് അങ്ങനെ തുടർന്ന് കഴിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഞാൻ എന്നും ഓട്ടോയിലാണ് വന്നുകൊണ്ടിരുന്നു. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ ബസ്സിൽ കയറാൻ സ്റ്റെപ്പ് പൊക്കമുള്ള ബസ്സിൽ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരിക്കണേ. ഓട്ടോയിൽ വരും, ഓട്ടോയിൽ തന്നെ തിരിച്ചു പോകും. വേറെ ഒന്നിനും ഞാൻ പുറമേക്ക് പോകാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് തുടങ്ങി, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തുടങ്ങി. ഇപ്പം എനിക്കൊരു ധൈര്യം വന്നു. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ വീട് വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇപ്പം 2 മാസത്തിനുള്ളിൽ ഞാൻ പോയി, വീട്ടിൽ പോയി. അവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയി തിരിച്ചു വന്നു. എനിക്ക് അങ്ങനെയൊന്നും യാത്ര ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അപ്പോഴെനിക്കൊരു ധൈര്യം കിട്ടി. ഇനിയും എനിക്ക് പോകാൻ പറ്റും, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കൊരു നല്ലൊരു ഇതുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ബസ് കയറ്റി വിട്ടിട്ട് ഹസ്ബൻഡ് പോയത് ബസ് സ്റ്റോപ്പിൽ വണ്ടിയിലാക്കിയിട്ടു ബസ്സിൽ കയറിയാണ് ഞാൻ ഇവിടെ വന്ന് നടന്നു വന്നത്. ഇപ്പം ഞാൻ ഒരു 5-6 മാസം കൊണ്ട് ഞാൻ ബസ്സിനാണ് വന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇപ്പം നമ്മൾ ഇതായിട്ട് അടിപ്പെട്ടിരിക്കണേ ഇല്ല, എനിക്ക് ഇതിൽ നിന്ന് ഉയർത്തെണീക്കാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് ദൃഢമായി വിചാരിച്ചിരിക്കണവർ ഉറപ്പായിട്ടും ഈ ഹോസ്പിറ്റലിൽ വന്നാൽ എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണത്. എന്തായാലും അങ്ങനെ വന്ന ആൾക്ക് നടന്നു പോകാൻ പറ്റും ഉറപ്പായിട്ടും. നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്തി മുന്നോട്ട് പോകും.